ട്രംപിന് മുമ്പുണ്ടായിരുന്ന അമേരിക്കൻ പ്രസിഡന്റുമാർ ഒരു മിനിമം നാണവും മാനവും ഒക്കെ കാണിക്കുമായിരുന്നു. പബ്ലിക്കലി അവർ അമേരിക്കയെ റെപ്രസെൻ്റ് ചെയ്യുകയാണ് എന്നൊരു ബോധം അവർക്കുണ്ടായിരുന്നു. നിലവിൽ ട്രംപിന് അങ്ങനെ യാതൊരുവിധ ബോധവും ഇല്ല. അയാൾ റെപ്രസെൻ്റ് ഇൻ്റർനാഷണൽ സ്റ്റേജിലാണെങ്കിലും ട്രംപിനെ മാത്രമാണ് ഇപ്പം റെപ്രസെൻ്റ് ചെയ്യുന്നതായിട്ട് അയാളുടെ പെരുമാറ്റത്തിൽ നിന്ന് തോന്നുന്നത്. മറ്റേ എന്താ പറയുക, നോബൽ സമ്മാനത്തിൻ്റെ എന്ത് എന്ത് കഷ്ടമാണ് നോക്കണേ. എന്തൊരു പരിതാപകരമാണ് നോക്കണേ. ഇരക്കുന്ന് സെക്കൻഡ് ഹാൻഡ് നോബൽ മേടിക്കുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നത്, സെക്കൻഡ് ഹാൻഡ് നോബൽ സമ്മാനമൊക്കെ മേടിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ അന്തം വിട്ട ട്രംപ് ആയതുകൊണ്ടേ ചിലപ്പോൾ പറയാൻ പറ്റില്ല. ഇറാനെ ചിലപ്പോൾ ആക്രമിച്ചേക്കാം, പറയാനൊന്നും കഴിയില്ല. പക്ഷേ ഇറാനെ ചിലപ്പോൾ ആക്രമിച്ചേക്കാം. പക്ഷേ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. മാത്രവുമല്ല, ഈ കഴിഞ്ഞ കുറച്ച് നാളുകൊണ്ട് ഗ്രീൻലാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് യൂറോപ്പിനെയും അമേരിക്ക അത്യാവശ്യം നല്ല രീതിക്ക് വെറുപ്പിച്ചു. കാനഡയെ വെറുപ്പിച്ചു. കാനഡയുടെ മൈക്ക് കാർണി പറഞ്ഞത് എന്താ പറയുക, ട്രസ്റ്റ് പൊട്ടിത്തകർന്നു പോയി എന്ന രീതിക്കാണ്. ആൾക്കാർ ഇങ്ങനെ മറ്റുള്ളവരെ ഫോഴ്സ് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുക എന്നൊക്കെ പറയുന്നത് മഹാമോശമാണ്. നമ്മളിനി ആരെയും എന്താ പറയുക, നമ്മുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ആരെയും ആശ്രയിച്ചിട്ട് കാര്യമില്ല എന്ന ഒരു ഇതാണ് കനേഡിയൻ പ്രധാനമന്ത്രി പറഞ്ഞത്. ഡെൻമാർക്കിൻ്റെ ഭരണത്തലവൻ എഫ് ഓഫ് എന്നാണ് പറഞ്ഞത് ഇത് ട്രംപിനോട്. അത്രയ്ക്കും സന്തോഷമാണ് ഇപ്പോൾ ട്രംപിനെ അങ്ങനെ കാണാൻ. ഫ്രാൻസും എതിർപ്പാണല്ലോ. ഫ്രാൻസ് കഴിഞ്ഞ ദിവസം മറ്റേ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് വന്ന് മറ്റേ ഇങ്ങേര് മാക്രോൺ പ്രസംഗിച്ച് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് വന്ന് ഭയങ്കര അതൊരു പർട്ടിക്കുലർ രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങേരും അമേരിക്കയെ നല്ല വൃത്തിക്ക് തള്ളി പറഞ്ഞിട്ടുണ്ട്. ഉർസുല വണ്ടർലൈൻ അവർ ഓൾറെഡി അമേരിക്കയെ തള്ളി പറഞ്ഞു എന്ന് മാത്രവുമല്ല, അവർ ഭാരതത്തിലേക്ക് അവരുടെ ഒരു പ്രസ്താവന കേട്ടിരുന്നല്ലേ ഡാവോസിൽ, ഞാൻ ഇത് കഴിഞ്ഞാൽ നേരെ ഞാൻ ഇന്ത്യയിലോട്ടാണ് പോകുന്നത്, വിൽ ഹാവ് എ മദർ ഓഫ് ഓൾ ട്രേഡ്സ് എന്നാണ് പറഞ്ഞത്. നിലവിൽ യൂറോപ്പാണ് നമ്മൾ ഭാരതവുമായിട്ടുള്ള ഏറ്റവും വലിയ ഗുഡ്സ് ട്രേഡിൻ്റെ പാർട്ട്ണർ, സ്ട്രാറ്റജിക് പാർട്ട്ണർ കൂടിയാണ്. എൻ്റെ ഒരു ഇൻഫറൻസ് വെച്ചിട്ട് ഈ പ്രാവശ്യം അവർ റിപ്പബ്ലിക് ഡേക്ക് ചീഫ് ഗസ്റ്റായിട്ട് ആണ് അവരും യൂറോപ്യൻ യൂണിയൻ്റെ പ്രസിഡന്റ് അങ്ങനെ വേറൊരു ഓഫീഷ്യലും കൂടെയാണ് വരുന്നത്. അവർ വരുന്ന സമയത്ത് യൂറോപ്പുമായിട്ടൊരു ഡിഫൻസ് ഡീല് നടന്നാൽ ഐ വിൽ നോട്ട് ബി സർപ്രൈസ്ഡ് അറ്റ് ഓൾ. കാരണം യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് റഷ്യ ആക്രമിക്കാൻ വന്നാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആക്രമണം ഉണ്ടായാൽ ആര് സഹായിക്കുമെന്നുള്ളതായിരുന്നു. കാരണം ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ USSR ഉണ്ടായിരുന്നിടത്തോളം കാലം യൂറോപ്പ് ഒരു പരിധി വരെ ഡിഫൻസ് ടൈപ്പ് അതല്ലെന്നുണ്ടെങ്കിൽ സുരക്ഷാ സൈഡിൽ കുറച്ചുകൂടെയൊക്കെ ആക്റ്റീവായിരുന്നു. അവരവരുടെ പട്ടാളവും ബാക്കിയുള്ള സംഗതികളെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നു. USSR പോയി കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് യൂറോപ്പിന് ഒരു എതിരാളി ഇല്ലാതെ വന്നു. അവരെന്തോ ചെയ്തു, അവരുടെ സെക്യൂരിറ്റി അല്ലെങ്കിൽ സുരക്ഷ മുഴുവൻ അമേരിക്കയ്ക്ക് ഔട്ട്സോഴ്സ് ചെയ്തിട്ട് അവർ കാലും കയറ്റി വെച്ച് ചാരുകസേനയിൽ കയറിയിരുന്നു. ഇപ്പോൾ അമേരിക്ക പറയുന്നത് യൂറോപ്പ് ഞങ്ങൾക്കൊരു ബാധ്യതയാണ് എന്നുള്ള രീതിക്കാണ്. അറ്റ്ലീസ്റ്റ് സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ, സുരക്ഷയുടെ കാര്യത്തിൽ യൂറോപ്പ് ഞങ്ങൾക്കൊരു ബാധ്യതയാണ്, ഒരു ബാഗേജാണ്. അവരാണെന്നുണ്ടെങ്കിൽ പൈസ ഇറക്കുന്നില്ല, പൈസ മുഴുവൻ അമേരിക്കയുടെ കയ്യിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതെന്നുള്ള രീതിക്കാണ് അമേരിക്ക സംസാരിക്കുന്നത്. അതിൻ്റെ അകത്തൊരു സത്യമുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, തീർച്ചയായിട്ടും. കാരണം യൂറോപ്പ് അറിയാലോ, കസേരമേ കാലും കയറ്റി വെച്ചിരുന്നിട്ട് അമേരിക്ക രക്ഷിച്ചോളും എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അമേരിക്ക പറയുന്നതിൻ്റെ അകത്തൊരു സത്യമൊക്കെ ഉണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ താങ്ക്സ് ടു ട്രംപ് യൂറോപ്പ് വിചിന്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. യൂറോപ്പിന് ഇപ്പോൾ മനസ്സിലായി അവനവന് സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ അവനവന് സെക്യൂരിറ്റി ഉണ്ട്, അല്ലാതെ പുറമേക്ക് ഉള്ളവരുത്തന്നെ അവൻ വന്ന് രക്ഷിച്ചോളും എന്ന് പറഞ്ഞ് നമ്മൾ കാലും കയറ്റിയിരുന്നയാൽ പണി മേടിക്കും. അത് യൂറോപ്പിന് മനസ്സിലാവാനായിട്ട് ട്രംപ് വരേണ്ടി വന്നു.